സോ കീം 2025 സ്റ്റുഡൻസ് ഡെയിലി ചോദിക്കുന്ന ചോദ്യമാണ് റിസൾട്ട് എന്ന് വരും. അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 100% ഫ്രീ സ്കോളർഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡെമോ റിസൾട്ട് എങ്ങനെയായിരിക്കും കാണിച്ചു തരുന്നുണ്ട്. നാളത്തെ വീഡിയോ നമ്മളിനി വരുന്ന വീഡിയോയിൽ റാങ്ക് കാൽക്കുലേഷൻ പറയും. അതേപോലെ തന്നെ കീം 2025 റാങ്ക് 2024 റാങ്ക്, അതേപോലെ തന്നെ അന്ന് ആ കുട്ടിയെ കിട്ടിയ മാർക്കും അത് വെച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കുറേ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ റിസൾട്ടിന് സ്കോളർഷിപ്പിനും പറയുന്നത് അത് റിസൾട്ടിൻ്റെ കേസ് ഞാൻ പറയാം. ഇന്ന് ഞാൻ CEE വിളിച്ചു. അവരെ വിളിച്ചപ്പോൾ അറിയാൻ പറ്റിയ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതായത് വരുന്ന വീക്കിലോ അതേപോലെ തന്നെ വരുന്ന വീക്കിൽ തന്നെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ വിളിച്ചപ്പോൾ കിട്ടിയ ഡാറ്റയാണ്. ഇതിൽ കൂടുതൽ വേറെ ഡാറ്റ എനിക്ക് നല്ല കേരളത്തിൽ ആരെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ റിസൾട്ടിൻ്റെ കേസ് എല്ലാവരും മനസ്സിലാക്കുക. ഈ വീക്കിലോ അല്ലെങ്കിൽ വരുന്ന വീക്ക് മീൻസ് ഈ വീക്കിലോ അല്ലെങ്കിൽ വരുന്ന വീക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും. സാധാരണ ഞാനൊക്കെ പണ്ട് കീം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ റിസൾട്ട്, അതായത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കീമിൻ്റെ റാങ്ക് അല്ല. നിങ്ങൾക്കറിയാം, ഓക്കെ, റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം വരാമെന്ന റിസൾട്ട് തന്നെ കീമിൻ്റെ മാർക്ക് വരും. കീമിൻ്റെ മാർക്ക് ആദ്യം വരും. അതിനുശേഷം എന്ത് വരും? കീമിൻ്റെ മാർക്ക് വന്നാൽ അടുത്ത വരാവുന്ന സംഭവമാണ് എന്താണ്? നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യുന്ന ചാൻസ് വരും. എന്നിട്ട് എന്ത് ചെയ്യും? കീമും +2ൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യും. അത് വേറെ ദിവസം. അപ്പോൾ അങ്ങനെയാണ് കീമിൻ്റെ പ്രൊസീജിയർ പോകാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ വീക്കോ നെക്സ്റ്റ് വീക്കോ എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന 100% ഫ്രീ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഹോസ്റ്റൽ ഫീസ്, കോളേജ് ഫീസൊക്കെ ചിലപ്പം പ്രൈവറ്റ് കോളേജൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കോളേജ് ദിവസത്ത് കൊണ്ടുവരുന്ന 100% ഫ്രീ സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കോളേജ് ദിവസത്തിൻ്റെ വാട്സപ്പ് ബോട്ട് പോവുക, അവിടെ സ്കോളർഷിപ്പ് എന്ന ഈ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെറിയ എക്സാം ഉണ്ട്. വളരെ സിമ്പിൾ എക്സാം ആയിരിക്കും, MCQ റിലേറ്റഡ്. ഇത് സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് 100% സ്കോളർഷിപ്പാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഡെമോ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗിൻ്റെ സ്കോർ കാർഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ ക്വാളിഫൈഡ് അല്ലെന്ന് അവർ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എൻട്രൻസ് സ്കോർ. ഇപ്പോൾ ഞാനിവിടെ ഔട്ട് ഓഫ് 300 എന്നാണ്. ഇത് റാങ്കിൻ്റെ കേസാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് 600 മാർക്കാണ് കാണിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കാൻ നമുക്ക് ആ കാർഡ് കിട്ടില്ല. അതുകൊണ്ടാണ് ഡെമോ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. റിസൾട്ട് നല്ല ഉണ്ടാവും, എൻട്രൻസ് സ്കോർ കാർഡ് എന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇവിടെ ഉണ്ടാവും. അത് 600 മാർക്കായിരിക്കും. ഔട്ട് ഓഫ് 600 എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നായിരിക്കും അവർ കാണിക്കുക. ഓക്കെ, ഔട്ട് ഓഫ് 600 നിങ്ങളുടെ മാർക്ക് കാണിക്കും. അതിനുശേഷമാണ് പിന്നീടാണ് ഈ ഒരു സംഭവം വരിക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. പക്ഷേ നിങ്ങളുടെ ഇനി വരാമെന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കീമിൻ്റെ സ്കോർ കാർഡ്, അതായത് നിങ്ങൾ ക്വാളിഫൈ ആണോ അല്ലേ, അതേപോലെ തന്നെ ഔട്ട് ഓഫ് 600 എന്നുള്ളൊരു മാർക്കായിരിക്കും നിങ്ങൾക്ക് വരാമെന്ന്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് കാൽക്കുലേഷൻ ഓൾറെഡി ഒരുപാട് വട്ടം പറഞ്ഞതാണ്. നമ്മൾ വീണ്ടും നാളെ വീഡിയോ എന്തായാലും ചെയ്തു തരാം. എന്നുവെച്ചാൽ നിങ്ങളുടെ കീമിൻ്റെ മാർക്ക് എടുക്കും, അതിനെ നേരെ കൺവേർട്ട് ചെയ്യും. +2ൻ്റെ മാർക്ക് എടുക്കും, അതിനെ കൺവേർട്ട് ചെയ്യും. ലാസ്റ്റ് ടോട്ടലായിട്ട് ഒരു മാർക്ക് കിട്ടും. ആ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ലാസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ആയി. സ്കോളർഷിപ്പിൻ്റെ കാര്യം മറക്കണ്ട. ഇൻട്രസ്റ്റിലുള്ള അപ്ലൈ ചെയ്യുക. ഓൾറെഡി ഇത് കിട്ടിയ കുട്ടികളുണ്ട്, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ കീമിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ചാനൽ നിങ്ങളുടെ കൂടെ അവസാനം വരേണ്ടാവും. ഒരു കാര്യം വീണ്ടും പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് കൂട്ടുക. അതേപോലെ ലൈക്കും ഷെയറും ഒന്ന് മാക്സിമം ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾ ആ കാര്യം മാത്രം ചെയ്താൽ നിങ്ങൾക്ക് കീമിൻ്റെ എത്ര വീഡിയോസ് വരാണെന്നറിയാം. കീമിൻ്റെ കോളേജിൻ്റെ റിവ്യൂ വരാണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് റാങ്കിൻ്റെ വീഡിയോസ് വരാണ്ട്, ടോപ്പ് ഗവൺമെൻറ് കോളേജ്, അതേപോലെ ടോപ്പ് പ്രൈവറ്റ് കോളേജ്, അതേപോലെ തന്നെ IHRD കോളേജ്, അതേപോലെ തന്നെ എല്ലാ കംപ്ലീറ്റ് മാക്സിമം പറ്റുന്ന എന്താണോ വൃത്തിക്ക് ചെയ്തു തരും. പക്ഷേ കൂടെ നിങ്ങൾ ഈ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ മിനിമം ഞാൻ പറയാം. നിങ്ങൾ ലൈക്ക് കാണുന്നവർക്കൊന്ന് ലൈക്ക് അടിക്കുന്നതിന് ഒരു നഷ്ടമില്ല. അപ്പോൾ നിങ്ങൾ മോട്ടിവേഷൻ തരിക. മാക്സിമം നല്ല കണ്ടൻസ് കൊണ്ടുവരും. അതേപോലെ തന്നെ കീമിൻ്റെ അലോട്ട്മെൻറ്റ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ കീം എത്ര ഫീസ് അടയ്ക്കണം, അതേപോലെ എപ്പോൾ അടയ്ക്കണം, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നോളും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.